പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ ദിവ്യകാരുണ്യനാഥൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ അത്ഭുത അൽത്താരയിൽ ഇന്ന് സന്നിഹിതനാണ്. നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുതൽ നൽകാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകാൻ, ഇന്നേ ദിനം നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും തമ്പുരാൻ ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുക. നിങ്ങൾ ഈ യൂട്യൂബിനടിയിൽ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ ഓരോന്നോരോന്നെടുത്ത് വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലുള്ള വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കപ്പെടുക. നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ തളർച്ചകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കച്ചവട തടസ്സങ്ങൾ, നിങ്ങളുടെ മക്കളെ ഓർത്തുള്ള ഭയങ്ങൾ, മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ, മക്കളെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, മദ്യത്തിൻ്റെ ലഹരിയുടെ ബന്ധനങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ട് രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ എട്ടുകാല് വലയിൽ കുരുങ്ങിക്കിടക്കുന്നത് പോലുള്ള അന്തരീക്ഷത്തിൽ, അതോടൊപ്പം തന്നെ മാനസികമായ പീഡകളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ലോകം നോക്കുമ്പോൾ വേറൊരു കുഴപ്പമില്ല, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെയധികം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി. ഇന്ന് വിടുതൽ കിട്ടുന്ന ദിവസമാണ്. വേറെ ഇതിന് വിടുതലിന് പ്രധാനപ്പെട്ട കാരണം കർത്താവായ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ സന്നിധിയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നു എന്നതാണ്. ഈശോയെ എന്ന് ഈ ശുശ്രൂഷ മധ്യേ നെഞ്ചു പൊട്ടി വിളിച്ചാൽ മതി, കർത്താവ് അത് കേൾക്കും. എന്നിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. സാത്താൻ്റെ സകല ശക്തികളെ ബഹിഷ്കരിക്കാൻ കഴിയുന്നവനാണ്. നമ്മൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത് ഇത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല. ഇത് പിശാചിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ്. ഈ കണ്ണുകൾ കാണുന്നതിനപ്പുറം, ഈ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനുകൾ, അസാധാരണ പ്രതിഭാസങ്ങൾ പലരെയും ബന്ധിച്ചിടും. സാമ്പത്തികമായിട്ട് വളരാതിരിക്കാൻ, നല്ല ആരോഗ്യം കിട്ടാതിരിക്കാൻ, കുടുംബത്തിന് സമാധാനം ഉണ്ടാകാതിരിക്കാൻ, മക്കൾ ഉയരാതിരിക്കാൻ, ഇങ്ങനെ അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, യേശു നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ ആ ശക്തമായ അധികാരം ഇന്ന് ഉപയോഗിക്കപ്പെടുകയാണ്. മക്കളെ, വലിയ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ തളർച്ചകൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ബന്ധനങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുക. നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങളെ കർത്താവ് എടുത്ത് ഉയർത്തും, നിങ്ങളുടെ വീടിനെ എടുത്ത് ഉയർത്തും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കും. നിങ്ങളുടെ ഹൃദയവേദനകൾ കർത്താവ് തുടച്ചു മാറ്റും. അതിന് കഴിവുള്ളവനാണ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ. ഇന്ന് അച്ഛന് കിട്ടിയിരിക്കുന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. കർത്താവായ ഈശോ ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുക. ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നമ്മൾ പലരെയും പോലെയാണ്. പാതിരയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകുക, അനുസരിക്കാതിരിക്കുക, നിഗൂഢമായ സ്ഥലങ്ങളിൽ ചെന്ന് പെടുക, ഇരുട്ടുള്ളിടത്ത്
ഇരുട്ടിൻ്റെ കുറേ കൂട്ടുകാരുമായിട്ട് കൂടുക, അനുസരണക്കേട് കാണിക്കുക, മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാതെ സുബോധം നഷ്ടപ്പെട്ട് ചില ആണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികൾ, ചില പെണ്ണുങ്ങളുമായിട്ടുള്ള ചീത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന, രാത്രികളിൽ മദ്യത്തിനും ലഹരിക്ക് അടിമയായി സുബോധം നഷ്ടപ്പെട്ട് വ്യഭിചാരത്തിന് അടിമപ്പെട്ട് തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് അങ്ങനെ പിശാച് കുടുംബം തകർക്കുക. കാരണം ആ കുടുംബത്തിൻ്റെ അഭിമാനം അവർക്ക് പ്രശ്നമല്ല. അപ്പൻ്റെ അമ്മയുടെയും തല മറ്റുള്ളവരുടെ മുമ്പിൽ താഴുന്നത് അവർക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക. അവരെ ആവസിച്ചിരിക്കുന്ന പിശാച, സാത്താൻ ആവസിച്ചിരിക്കുക. ലാ പൊസസിയോനെ ദെബോളിക്ക, ലാ ഒസസിയോനെ ദെബോളിക്ക. അപ്പോൾ ആ പിശാച് അവരിങ്ങനെ ആവസിച്ചിരിക്കുക. അവരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ ചിന്തകളുടെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുക്കുക. അപ്പം അവിടെ ഈശോ ഇടപെടുക. കർത്താവിൻ്റെ അധികാരം ഈ വചനഭാഗത്ത്, മർക്കോസ് 5 വചനഭാഗത്ത് ജനങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട്. എന്തൊരു അധികാരമാണത്, എന്തൊരു ശക്തിയാണത്. അപ്പം ഈ കർത്താവിൻ്റെ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ കഴിഞ്ഞുള്ള സംഭവമാണ് മർക്കോസ് 5:15. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. കാരണം ഇത് എന്തൊരു അധികാരം! ഈ നിമിഷം വരെ സാത്താൻ പിടികൂടി തോന്നിയതുപോലെ ജീവിച്ചിരുന്നവര് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കിട്ടിയ മക്കളെ, നിങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ സാത്താൻ നിങ്ങളുടെ ഭവനങ്ങളെ വിട്ടുമാറട്ടെ. നമുക്ക് കുരിശ് വരച്ച് ഈ ശത്രുവിനെ പരാജയപ്പെടുത്താം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. സാത്താനും അവൻ്റെ സകല ശക്തികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദൈവജനത്തിന് വിട്ടുമാറട്ടെ. കർത്താവും ദൈവമായ ഈശോമിശിഹായുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവജനനിയായ അമലോത്ഭ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും വിസ്ലികന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും ലിയോ 14 പാപ്പ എനിക്ക് നൽകിയ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും പിശാചിനെയും അവൻ്റെ സകല അക്രമങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഞാൻ ഒരുമ്പിടുന്നു. കരമുയർത്തി സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത നിമിഷങ്ങൾ അത്ഭുതം നടക്കട്ടെ. യേശു നാമത്തിൻ്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. ദുഷ്ടരൂപികളെ, ദുഷ്ടശക്തികളെ, നാരകശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദുഷ്ടസംഘങ്ങളെ, ദുഷ്ടസമൂഹങ്ങളെ, ദുഷ്ടവിഭാഗങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ അധികാരത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വലിയ അധികാരം ഉപയോഗിച്ച് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ വസ്തുവകളിൽ നിന്ന്, ഇവരുടെ തലമുറയിൽ നിന്ന്, ഇവരുടെ കുഞ്ഞു മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കൗശലക്കാരനായ സർപ്പമേ, മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്ന നിന്റെ ദുഷ്പ്രവൃത്തികൾ ഇന്ന് അവസാനിക്കട്ടെ എന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബാധകൾ ഒഴിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. സർവശക്തനായ ദൈവം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.